ഒരു അയൽക്കാരനെ അനാവശ്യമായി കയറി ആക്രമിച്ചു. അവൻ്റെ വസ്തുവകൾ തകർത്തു. അവൻ തിരിച്ചാക്രമിച്ച് നഷ്ടം സംഭവിച്ചു. ആ നഷ്ടം ഒരു വലിയ നേട്ടമായി പറയാൻ വേണ്ടി മറ്റൊരയൽക്കാരനെ കൊള്ളയടിച്ച കഥ പറയുന്നവനെ കണ്ടിട്ടുണ്ടോ? അവനെ മലയാള ഭാഷയിൽ ഏത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കും? നാറി എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അതല്ല അതിനേക്കാൾ മോശം പദങ്ങൾ വല്ലതുമുണ്ടോ? സംഗതി എന്താണെന്നറിയുമോ? കഴിഞ്ഞ ദിവസം ഒരു റാലിയിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപൻ, അമേരിക്കയുടെ നീതിബോധത്തിൻ്റെ ഏറ്റവും വലിയ പടവാളായി ഫ്രണ്ടായി കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസംഗം കേൾക്കാം. ദേ ഇതാണ് ആ പ്രസംഗം. So much oil in Venezuela, we paid for the cost of the war about 25 times over. When did you hear that last? You know, it's a one-way street. എന്താ സംഭവം? ഇറാനെ അടിക്കാൻ പോയി ബില്യൺ കണക്കിന് ഡോളർ നഷ്ടമായതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അടിക്കാൻ വലിയ ചാമ്പ്യനായി പോയതാണ്. പക്ഷേ അടി കൊണ്ട് നിക്കറ് കീറി നഷ്ടം വന്ന കഥ പുറത്തു വന്നപ്പോൾ ആ നഷ്ടം നികത്തിയ കാര്യം പറയുകയാണ്. എന്താണെന്നറിയോ? വെനിസ്വേലയിൽ നിന്ന് എണ്ണയിലൂടെ ഈ ഇറാനിൽ ചിലവാക്കിയതിൻ്റെ 25 ഇരട്ടി കാശ് കിട്ടിയത്രേ. എന്തൊരു ലാഭമുള്ള കച്ചവടമാണെന്ന് നോക്കിയേ. അതായത് വേറൊരുത്തനെ മോഷ്ടിച്ച് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ച് ജയിലിലിട്ട് അവിടെ ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ്. ആളുകൾ വലിയ കഷ്ടപ്പാടിലാണ്, പട്ടിണിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് ലോകത്തോട് പറഞ്ഞ ഈ നാറി, അതിനെ ന്യായീകരിച്ച കുറേ നാറികൾ കേരളത്തിലും ഉണ്ടായിരുന്നു. വെനിസ്വേല അങ്ങനെ ചെയ്യണം, അവിടുത്തെ അവസ്ഥ കണ്ടോ, അവിടെ വലിയ ദയനീയമാണ്, ആളുകൾ പട്ടിണിയിലാണ്, യവനവിടെ പോയത് നന്നാക്കാനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നവരുടെ മുന്നിൽ ലാഭത്തിൻ്റെ കണക്ക് പറയുക. എന്താ? ഇറാനിൽ നഷ്ടപ്പെട്ടതിൻ്റെ 25 ഇരട്ടി വെനിസ്വേലയിൽ നിന്ന് കിട്ടിയത്രേ. മഡൂറോട് എണ്ണ വിറ്റ് അയാളെ കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് ആ രാജ്യത്തിൻ്റെ എണ്ണ മോഷ്ടിച്ച് ലാഭമുണ്ടാക്കുന്നവൻ്റെ പേരാണ് അമേരിക്ക. ആ ലാഭത്തിൻ്റെ മേലാണ് അമേരിക്കയും UK-യും പോലുള്ള രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവനെ ചൂഷണം ചെയ്ത് അവിടുത്തെ മുതൽ വിറ്റ് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവരുടെ സമ്പത്ത് കൊള്ള ചെയ്തു. അതാണ് ഈ ഭൂമിയിലെ നീതി എന്ന് പറയുന്നത്. യവനെയൊക്കെ ഓശാന പാടാനും യവനെയൊക്കെ പുകഴ്ത്താനും യവനെയൊക്കെ വാഴ്ത്താനും വേണ്ടിയാണ് നമ്മുടെ നാട്ടിലടക്കം ലോകത്ത് കുറേ വിദ്വേഷികളുള്ളത്. 25 ഇരട്ടി ലാഭം കിട്ടിയത്രേ. അതുപോലെ ലാഭം ഉണ്ടാക്കാൻ പോയതാണ് ഇറാനിൽ. അടിയും കൊണ്ട് പുളിയും കുടിച്ച് നിക്കറും കീറി ഇപ്പോൾ മധ്യസ്ഥ ചർച്ചയ്ക്കും ഉടമ്പടിക്കും വേണ്ടി നടക്കുകയാണ് ഈ ആഗോള പരമനാറി.